ഹലോ ഗൈസ്, ഇന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാൻ പോകുന്നത് വൈൽഡ് ലൈഫ് എക്സ്ട്രീം സ്ട്രെസ് ടെസ്റ്റിൻ്റെ ഒരു ബെസ്റ്റ് സ്കോർ ഒരു സംഭവമാണ്. S24 iPhone 16 തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ്. ഇതിൽ ഞാൻ രണ്ട് രീതിയിൽ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. രണ്ട് ഫോണുകളും ഞാൻ ഇന്നലെ വാങ്ങിച്ച ഫോൺ കൂളർ ഉപയോഗിച്ചും ഉപയോഗിക്കാതെയും. കൂളർ ഞാൻ കാണിച്ചു തരാം. ഇതാണ് ആ ഫോൺ കൂളർ. ഓക്കെ, അപ്പോൾ ഇത് ആമസോണിനകത്ത് നിങ്ങൾക്ക് വാങ്ങിക്കാൻ കിട്ടും. ആമസോണിലൊരു 1299 പ്രൈസാണ്. സോ ഇതിൻ്റെ പെർഫോമൻസ് ഞാൻ ടെസ്റ്റ് ചെയ്തതിൻ്റെ ഒരു ഇത് കാണിച്ചു തരാം. സാംസങ്ങിൻ്റെ S24 ആക്ച്വലി ഈ കൂളർ യൂസ് ചെയ്യാതെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബെസ്റ്റ് ലൂപ്പ് സ്കോർ വരുന്നത്, അതായത് ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് 20 ലൂപ്പായിട്ടാണ് ഇത് ടെസ്റ്റ് നടത്തുന്നത്, സ്ട്രെസ് ടെസ്റ്റ്. അപ്പം ആ 20 ലൂപ്പിൽ ഫസ്റ്റ് ലൂപ്പ് വരുമ്പോഴത്തേക്ക്, ഫസ്റ്റ് അല്ലെങ്കിൽ സെക്കൻഡ് ലൂപ്പുകളിൽ വരുമ്പോഴത്തേക്ക് ഹീറ്റ് അധികം ആവാതെ ആ ടെസ്റ്റിൽ 3400 ലോവസ്റ്റ് ലൂപ്പ്, അതായത് ഏറ്റവും ചൂട് കൂടി കുറേ ടെസ്റ്റുകളാകുമ്പോഴത്തേക്കും അതിൽ പിന്നീട് ലാസ്റ്റ് ഏറ്റവും കുറഞ്ഞ സ്കോർ വരുന്നത് 2687 78.8% ആണ് സി പി യുവിൻ്റെ ഒരു സ്റ്റെബിലിറ്റി പറയുന്നത്. അപ്പോൾ ഇതാണ് സാംസങ്ങിൻ്റെ ഈ റിസൾട്ട്. ഇനി ഞാൻ ആ കൂളർ ഞാൻ ഫിറ്റ് ചെയ്യുമ്പോഴത്തേക്കുള്ള സ്കോർ കാണിച്ചു തരാം. ആ കൂളർ കറക്റ്റ് ഏകദേശം നടുക്കായിട്ട് തന്നെയാണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്, മുകളിലോട്ടോ അങ്ങനെയൊന്നുമല്ല. സോ ഇതിപ്പം ബെസ്റ്റ് ലൂപ്പ് സ്കോർ വരുമ്പോഴത്തേക്ക് കൂടി, ഏറ്റവും ഫസ്റ്റ് ആദ്യത്തെ 1-2 ലൂപ്പ് ടെസ്റ്റ് വരുമ്പം 3520 ലോവസ്റ്റ് സ്കോർ വരുന്നത് 3400. അപ്പോൾ കൂളിംഗ് എഫിഷ്യൻസി എത്രയെന്ന് നിങ്ങൾക്ക് കണ്ടുപോകണം. പ്രത്യേകിച്ച് ഹീറ്റിംഗ് ഇഷ്യൂസ് ഒന്നും വന്നിട്ടില്ല. സ്റ്റെബിലിറ്റി 97.4% വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ചാർട്ട് കാണാം. എത്രയാണോ മാക്സിമം പെർഫോമൻസ് അതിൽ തന്നെ ഏകദേശം പിടിച്ചിങ്ങനെ പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഗെയിം കളിക്കാൻ നേരത്ത് ഒരു ചാർട്ട് കണ്ടോ, ഗെയിം കളിക്കുമ്പോഴത്തേക്ക് എനിക്ക് വലിയ എഫിഷ്യൻസി ഡ്രോപ്പുകളൊന്നും വരുന്നില്ല. സോ ഇതാണ് സാംസങ്ങിൻ്റെ ഇതിൽ ആ കൂളർ വയ്ക്കുമ്പോഴത്തേക്കുള്ളൊരിത്. ഇനി അടുത്ത് കാണിച്ചു തരാൻ പോകുന്നത് ഐഫോണിൻ്റെയാണ്. ഐഫോണിൽ 16 വരുന്നതാണ്. 16 ഇത് ഞാൻ കൂളർ കണക്ട് ചെയ്യാതെ ഉള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് ബെസ്റ്റ് ലൂപ്പ് സ്കോർ വന്നേക്കുന്നത് കണ്ടോ. അപ്പോൾ ബെസ്റ്റ് ലൂപ്പ് സ്കോർ വന്നത് 4003, ലോവസ്റ്റ് വന്നിരിക്കുന്ന 3008. അപ്പോൾ ഇതിൻ്റെ ലോവസ്റ്റ് സ്കോർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സാംസങ്ങിൻ്റെ ലോവസ്റ്റ് സ്കോറിനേക്കാളും കൂടുതൽ കിട്ടും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഗെയിമിംഗ് സമയത്ത് പെർഫോമൻസ് ഏകദേശം, കാരണം ഇതിൻ്റെ ലോവസ്റ്റ് സ്കോർ സാംസങ്ങിൻ്റെ ഹയസ്റ്റ് സ്കോറിനോളം ഉണ്ട്, ഏകദേശം 400 ഒരു കുറവേ ഉള്ളൂ. അപ്പോൾ സ്റ്റെബിലിറ്റി വന്നിട്ട് ഇത്രയും കുറവാണ്. അതിൻ്റെ റീസൺ എന്താ, നിങ്ങൾ ഈ ചാർട്ട് ഞാൻ കാണിച്ചാൽ ഈ ടെസ്റ്റ് കാണുമ്പോൾ മനസ്സിലാവും. ആപ്പിൾ ഒരു യൂസർ എക്സ്പീരിയൻസ് കൊടുക്കുന്ന രീതിയാണ് വ്യത്യാസം. അതായത് ഇത്രയും പെർഫോമൻസ് ഉണ്ട് ചിപ്സെറ്റിന്. ഇപ്പോൾ നമ്മൾ നോർമൽ യൂസിന് ഹീറ്റിംഗ് വരാത്ത പെർഫോമൻസ് ഒക്കെ സ്മൂത്തായിട്ട് നമുക്ക് ഫീൽ ആവും. പക്ഷേ കുറച്ച് കണ്ടിന്യൂസിലുള്ള ഗെയിമിലാകുമ്പോൾ ഇവർ മാനുവലി കൺട്രോൾ ചെയ്യണത് കൊണ്ടിട്ടായിരിക്കണം ഇത്രയും ഒരു ഡ്രോപ്പ് വരും. പിന്നെ അവിടെ ഒരു സ്റ്റേബിളായിട്ട് പിടിച്ച് നിന്നോളും. കണ്ടോ, ഇതിങ്ങനെ 20 ലൂപ്പുകളുണ്ട്. അപ്പോൾ ഫസ്റ്റ് ലൂപ്പിലാണ് മാക്സിമം കിട്ടിയത്. പിന്നെ വരുന്നതിലെല്ലാം ഒരു 3000 പിടിച്ച് നിൽപ്പുണ്ട് 20 ഇത് വരുമ്പോഴും. പക്ഷേ ഇത് സംഭവം കണ്ടോ. അപ്പോൾ നിങ്ങൾ ഈ ചാർട്ടൊക്കെ പറയാം, ബെസ്റ്റ് ഹയസ്റ്റ് പെർഫോമൻസ് വരുന്നത് അവിടെയും ലോവസ്റ്റ് പെർഫോമൻസ് വരുന്നത് ഇവിടെയും. അപ്പോൾ മാക്സിമം കപ്പാസിറ്റിയിൽ നിന്ന് ഒരുപാട് താഴ്ന്ന് വരുന്നുണ്ട് ഇവർ. ആ ഒരു ലെവലിൽ പിടിച്ചാണ് പിന്നെ പോകുന്നത്. എന്നിട്ട് ഞാൻ ഇനി ആ കൂളർ നടുക്കാണ് ഞാൻ ഇത് കണക്ട് ചെയ്തിരിക്കുന്നത്. അത് ഞാൻ എടുത്ത് പറയുന്നത് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇത് രണ്ടാമത്തെ ടെസ്റ്റ്, കൂളർ വെച്ചിട്ട് വലിയ വ്യത്യാസമൊന്നുമില്ല. കൂളർ വെച്ചും വെക്കാതും വലിയ വ്യത്യാസം വന്നിട്ടില്ല. ഒരു 123 കൂടെ കൂടിയിട്ടുണ്ട്. രണ്ടാമത് ഇറക്കുമ്പോൾ മാറ്റം വരുമെന്ന് അറിയാൻ വേണ്ടി കുറച്ച് നേരം കൂളായതിന് ശേഷം മാറ്റാമെന്ന് വിചാരിച്ചു. അപ്പോഴും വലിയ വ്യത്യാസമൊന്നുമില്ല, ഏകദേശം 77% തന്നെ പിടിച്ചിട്ടുണ്ട്. ഇനി നാലാമത് ഞാൻ ഇതിൻ്റെ CPU ഇരിക്കുന്ന ഭാഗത്തോട്ട് ക്യാമറയുടെ അവിടെ കുറച്ചുകൂടെ മുകളിലോട്ട് കയറ്റി വെച്ചു. അപ്പോഴും ചെറിയൊരു ഡിഫറൻസ് വന്നിട്ടേ ഉള്ളൂ, 77. അപ്പം ഈ iPhone 16 ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഈ കൂളർ വാങ്ങിയതുകൊണ്ട് വലിയ ഡിഫറൻസ് വരത്തില്ല. വെച്ചിരുന്നാൽ നിങ്ങൾ വലിയ ഹീറ്റിംഗ് ഇല്ലാതെ ഉപയോഗിക്കാമെന്നുള്ളതേ ഉള്ളൂ. അപ്പം ഇതാണ് ഗൈസ് എടുത്ത് പറയാനുള്ളത്. ആപ്പിളിൻ്റെ നിങ്ങൾ ഈ ചാർട്ട് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആപ്പിൾ അവരൊരു യൂസർ എക്സ്പീരിയൻസ് തരുന്ന രീതിയാണ് ഇത് നിങ്ങൾക്ക് ഡിഫറൻസ് ആയിട്ട് വരുന്നത്. ഫസ്റ്റ് കിട്ടുന്ന സ്കോർ പിന്നെ അടുത്തോട്ട് പോലും എത്തില്ല. നിങ്ങൾ എത്ര കൂളിയാൻ നോക്കിയിരുന്നാലും ആ റേഞ്ചിൽ പിടിക്കില്ല. അപ്പോൾ അത് ഹീറ്റായിട്ട് ഡ്രോപ്പ് ആവുന്നതല്ല, അവർ മനഃപൂർവ്വം കൺട്രോൾ ചെയ്ത് താഴോട്ട് വെച്ചിരിക്കുന്നതാണ്. അപ്പം ഈ ഒരു പെർഫോമൻസിലായിരിക്കും നിങ്ങൾക്ക് എപ്പോഴും കിട്ടണം. അതുകൊണ്ടാണ് ഈ സ്റ്റെബിലിറ്റി കീപ്പ് ചെയ്യുന്നത് അവർ. പക്ഷേ നമ്മൾ ഈ സ്റ്റെബിലിറ്റി ടെസ്റ്റിൽ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ടോട്ടൽ പെർഫോമൻസിൻ്റെ 75% ഡ്രോപ്പായിട്ടാണ് നിൽക്കുന്നത്. പക്ഷേ ആ ഒരു ലെവലിൽ പിടിച്ചങ്ങ് പോകും. ഇപ്പോൾ രണ്ട് അപ്രോച്ചാണ്. ആൻഡ്രോയിഡ് ഡിവൈസസ് കാണിക്കുന്ന അപ്രോച്ച് അല്ല ആപ്പിൾ കാണിക്കുന്നത്. ആപ്പിൾ നിങ്ങളെ അറിയിക്കാണ്ട് ഒരു സ്മൂത്ത് എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടി പിടിച്ച് നിൽക്കും. ഇപ്പോൾ സാംസങ് ആണെങ്കിലും 3500 ബെസ്റ്റ് സ്കോർ ഉണ്ട്. അതിനെ വേണമെങ്കിൽ അവർക്ക് കൺട്രോൾ ചെയ്ത് 2600 പിടിച്ചിട്ട് സ്റ്റേബിളായിട്ട് കൊണ്ടുപോകും. അപ്പോൾ സ്റ്റെബിലിറ്റി ഉണ്ടെന്ന് ആൾക്കാർക്ക് ഫീൽ ആവും. പക്ഷേ ടെക്നിക്കലി പെർഫോമൻസ് കുറേയാണ് അവിടെ ചെയ്യുന്നത്. നിങ്ങളുടെ യൂസ് ചെയ്യുന്ന പ്രൊസസ്സറിൻ്റെ മാക്സിമം കപ്പാസിറ്റി അവിടെ കിട്ടുന്നില്ല. ഇതാണ് എനിക്ക് തോന്നിയത്. കാരണം ഈ ടെസ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് ഫീൽ ചെയ്ത സംഭവം ഇതാണ്. പിന്നെ ഓവറോൾ അവരൊരു യൂസർ എക്സ്പീരിയൻസ് എന്നുള്ള രീതിയിൽ യൂസേഴ്സിൻ്റെ ഇതിനെക്കുറിച്ച് ടെക്നിക്കലി ഒരുപാട് അറിഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നുള്ളതേ ഉള്ളൂ. അപ്പം നിങ്ങൾ ആരെങ്കിലും ഈ ഒരു അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു കൂളർ വാങ്ങിക്കാൻ നേരത്ത് ആപ്പിളിൻ്റെ iPhone 16 വേണ്ടിയിട്ട് ഇത് പൈസ സ്പെൻഡ് ചെയ്യണം എന്ന് നിർബന്ധമൊന്നുമില്ല. കാരണം ഇത് കണക്ട് ചെയ്യാതെയും നിങ്ങൾക്ക് ഏകദേശം ഒരേ റേഞ്ചിൽ തന്നെ കിട്ടും. പിന്നെ കണ്ടിന്യൂസ്ലി നിങ്ങൾ ഗെയിം ചെയ്യുമ്പോൾ ഒരു ചെറിയ ടെമ്പറേച്ചർ കുറയ്ക്കാൻ മാത്രം കൊള്ളാം. സോ ഓക്കെ ഗൈസ്, ഇത് പറയാനായിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്തത്. നിങ്ങൾക്ക്
ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതേപോലെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കുറേ അപ്ഡേറ്റ്സ് തന്നുകൊണ്ടിരിക്കാം. എൻ്റെ കുറച്ച് ഗാഡ്ജറ്റ്സുകളും കാര്യങ്ങളും എൻ്റെ ജെനുവിനായിട്ടുള്ളൊരു ഒരു കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇതൊന്നും സ്പോൺസേർഡ് അല്ല, ഇതെല്ലാം ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ്. സോ ഇതിൻ്റെ പേഴ്സണലായിട്ട് എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ പറയാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഗുഡ് ബൈ.